എന്റെ മകൻ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു അനിയനോ അനിയത്തിയോ വേണ്ട. അത് ഭയങ്കര കട്ടായമായിട്ടാണ് പറയുന്നത്. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങളുടെ സ്നേഹം കുറഞ്ഞു പോകും, നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ അങ്ങോട്ടാവും. ഇതൊക്കെ നീ എങ്ങനെയാണ് ചിന്തിച്ചെടുക്കുന്നത്? നിനക്ക് ഇത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓരോ എക്സാമ്പിൾസ് പറഞ്ഞു തരും. ഇപ്പം അടുത്തുള്ള വീടുകളിലെ കാണുന്നതാണെങ്കിലും, പള്ളിയിൽ ചെന്നിട്ട് ഒരു ദിവസം പള്ളിയിൽ ചെന്നു. അപ്പം ഇളയ കുഞ്ഞ് കരഞ്ഞു. ആ കുഞ്ഞിനെ എടുത്തോണ്ട് അമ്മ പുറത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം മൂത്ത കുഞ്ഞ് വന്നിട്ട് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ പറഞ്ഞു കയറിപ്പോടാ, കയറിപ്പോയി അകത്തിരിക്കടാന്ന് പറഞ്ഞ് അമ്മ ദേഷ്യപ്പെടുന്നു. അപ്പൊ എന്നോട് ചോദിക്കുക, അതോ കണ്ടോ ഞാൻ ഇതുകൊണ്ടായി പറയുന്നത്. ആ കുഞ്ഞിനെ എടുത്തോണ്ട് അമ്മ വെളിയിൽ പോയപ്പോ മൂത്ത കുഞ്ഞും കൂടെ അമ്മയുടെ കൂടെ പോയപ്പോ നിൽക്കാൻ അനുവദിക്കുന്നില്ല കൂടെ. അപ്പൊ ഇതാണ് പറയുന്നത്, ഓരോ കാര്യത്തിലും ഇതാണ് പറയുന്നത്, എനിക്ക് വേണ്ട എന്നുള്ളത്. നിങ്ങൾ ഓരോ കാര്യത്തിലും ഇങ്ങനെ ബിഹേവ് ചെയ്യും, ഞാൻ അത് പലയിടത്തും കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് അവൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള മെന്റാലിറ്റി ഇല്ല. പണ്ട് നമ്മുടെ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഇളയത്തുങ്ങൾക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അവർക്ക് കൊടുക്കും. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ തീരെ താല്പര്യമില്ല. അവൻ പറയുന്ന ഒരു കോഴി മേടിച്ചു കഴിഞ്ഞാൽ 2 കാല് കിട്ടും, എനിക്ക് ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാം. നിങ്ങൾ പേരൻസ് ഞങ്ങൾ അവനങ്ങ് കൊടുക്കും, കാല് അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. ഒരു കൊച്ചുകൂടെ ഉണ്ടായാൽ അതിന് കൊടുക്കണ്ടേ? ഇപ്പൊ ഷെയർ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഇപ്പോഴത്തെ പിള്ളേർക്കില്ല.